ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങണമെന്നൊന്നും അറിയില്ല. ഇന്ന് കാണും, നാളെ കാണും, മറ്റന്നാൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. വേറൊന്നുമല്ല, നമ്മുടെ നയനയും ദേവയാനിയും ഒന്നിക്കുന്ന ആ ഒരു നിമിഷം. പക്ഷേ നമുക്കെല്ലാവർക്കും അത് കാണാനുള്ള ഒരു ആഗ്രഹവും ആകാംക്ഷയും ഒക്കെ കൊണ്ടാകാം കഥ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് നാളെ സീനിൽ കാണുമായിരിക്കും എന്ന് തന്നെയാണ്. ഏതായാലും ഇവർ കഥ ഒത്തിരി അങ്ങോട്ട്, അതായത് ഒരു എപ്പിസോഡ് അതൊരു 2 എപ്പിസോഡ് 3 എപ്പിസോഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങ് പോകുന്നത്. ഏതായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജയനോട് ദേവയാനി പറഞ്ഞു, എന്നെ ഒന്ന് ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ കൊണ്ടുപോകൂ എന്ന് ചോദിച്ചു. അവിടെ നിന്നും നമ്മുടെ ജയൻ ദേവയാനിൽ നിന്ന് രക്ഷപ്പെട്ടു മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. മുത്തശ്ശൻ വരുന്നു. അപ്പൊ മുത്തശ്ശനും ഓരോ ന്യായീകരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് മനസ്സിലായി, നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം, അത് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. ഈ ദേവയാനിയിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? എനിക്ക് കരള് തന്നത് ആരാണെന്ന് അറിയാനുള്ള എല്ലാ റൈറ്റ്സും എനിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അത് മറച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി കേട്ടോ ദേവയാനി. ഏതായാലും ദേവയാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി ജയനോട് പറയുന്നുണ്ട്, അല്ല ജയ, ഇതെത്ര നാൾ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാ നീയും അതുപോലെ ആദർശ് മോനും നയനമോളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ അറിയണ്ടേ അവളിങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, അയ്യപ്പസ്വാമിയുടെ ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം അവളുടെ മനസ്സിൽ എപ്പോഴും ആ പെൺകുട്ടീനെ കാണണം എന്ന ആ ഒരു ചിന്ത പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദേവയാനി ഇപ്പൊ ആ പെൺകുട്ടീനെ അന്വേഷിക്കുന്നതും. ചിലപ്പോ ആ വഴി തന്നെ അവള് ചിലപ്പോ കണ്ടെത്തിയെന്നിരിക്കും. ഇത് അയ്യപ്പസ്വാമി തെളിച്ച് തരുന്ന വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ജയം പറയുന്നുണ്ട്, അങ്ങനെ അയ്യപ്പസ്വാമി തെളിച്ച് തരുന്ന ഒരു വഴിയാണെങ്കിൽ ആദ്യം അച്ഛന്റെ അസുഖമല്ലായിരുന്നോ കുറയേണ്ടത്? പക്ഷെ ഡോക്ടർ പറഞ്ഞത് അച്ഛന്റെ അസുഖത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്നല്ലേ. പിന്നെ എവിടെ നിന്നാണ് അയ്യപ്പസ്വാമി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ജയൻ അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഇതേ സമയം മുത്തശ്ശൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക, എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇവരോട് പറയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയായി പോയല്ലോ. ഇതെല്ലാം ഒന്നും ശരിയാകാതെ പറയാനും പറ്റില്ല. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ വസുന്ധര വന്നു. അപ്പൊ വസുന്ധര ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വസുന്ധര പറഞ്ഞു, ഇതിപ്പം മരുമകളെയും അമ്മായിയമ്മേനെയും ഒന്നിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ലാസ്റ്റ് ഇപ്പം ഇത് കരയ്ക്കടുക്കുന്ന മട്ടല്ലെന്ന് തോന്നുന്നല്ലോ. ഇദ്ദേഹത്തിന് എന്താ തോന്നുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്ത് തോന്നാനാണ്, ഏതായാലും എന്റെ വായിൽ നിന്നും അത് വെളിയിൽ ചാടില്ല. കാരണം നയനമോള് നമ്മളിൽ നിന്ന് വാക്കു മേടിച്ചിരിക്കുന്നതാണ്, നമ്മൾ നയനമോൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും എന്റെ വായിൽ നിന്ന് അത് വെളിയിൽ ചാടില്ല. പക്ഷേ ഇതെങ്ങനെയെങ്കിലും അറിയണം. ഇതറിയാതെ ഒത്തിരി നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും വായിൽ നിന്ന് തന്നെ ദേവയാനി അത് കണ്ടുപിടിക്കും. അറിയാലോ, അവൾക്ക് ഓരോരോ സംശയങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട്. തന്റെ ജീവൻ രക്ഷിച്ച തന്റെ ആ ഒരു ദൈവം അയച്ച ജീവൻ രക്ഷിച്ച ആ ഒരു ദൈവ ദൂതയെ കാണാൻ വേണ്ടി ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് അവള്. സത്യം പറഞ്ഞാല് നമ്മള് അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണെന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ദേവയാനി ആണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ട്. ദേവയാനി വീണ്ടും റൂമിനകത്ത് കയറിപ്പോയി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയാല് ഹോസ്പിറ്റലുകാർക്ക് അറിയായിരിക്കുമല്ലോ, അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കുമല്ലോ. എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയാലോ. പക്ഷെ ഇവിടെ നിന്ന് ആരെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എനിക്കിവിടെ നിന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല. അമ്പലത്തിൽ വല്ലതും പോകുക എന്നും പറഞ്ഞു വേണം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ എന്റെ കൂടെ ആരെങ്കിലും ഒരാൾ വരാതിരിക്കില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ വന്നാല് ഹോസ്പിറ്റലിലാണ് പോയത് എന്ന് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ ആണ് കേട്ടോ. നമ്മുടെ ദേവയാനിക്ക് ആ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല. വിവരങ്ങളൊക്കെ അറിയുകയും വേണം, ആരും ഒട്ട് കൊണ്ടുപോകുന്നുമില്ല. ഏതായാലും നമ്മുടെ ജയൻ ആദർശനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്, മോനെ, നമ്മൾ മൂടി വെക്കുന്ന രഹസ്യം നിന്റെ അമ്മ തന്നെ കണ്ടുപിടിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം അവൾ എപ്പോഴും എന്റെ പുറകെ നടന്ന് ചോദിക്കുക. രാത്രി ഉറങ്ങുമ്പോൾ പോലും എനിക്ക് അവളൊരു നേരം കണ്ണടയ്ക്കാനുള്ള ആ ഒരു ഇത് തരുന്നില്ല. അവൾക്ക് അവളുടെ ജീവൻ രക്ഷിച്ച
അവൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്ത് അവൾ കാണുന്നത്. അപ്പം ആ പെൺകുട്ടീനെ കാണണമെന്ന് തന്നെയാ പറയുന്നത്. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം എന്ത് ചെയ്യാനാ, ഏതായാലും നമ്മൾ നയനയ്ക്ക് വാക്ക് കൊടുത്താണ്, നമ്മുടെ വായിൽ നിന്നും ഒരിക്കലും അത് പുറത്ത് വീഴാൻ പാടില്ല. അല്ലാതെ അമ്മ അതെങ്ങനെ അറിയാനാ, വീട്ടിൽ നിന്ന് അമ്മ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. ഏതായാലും രണ്ടും കൽപ്പിച്ച നയനെയും ഞാൻ ആവുന്നിടത്തോളം വിളിച്ചതാ ഇങ്ങോട്ടേക്ക് വരാന്. പക്ഷെ അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ അവൾ കൂട്ടാക്കുന്നില്ല. അമ്മ കാരണമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അമ്മയാണ് പറഞ്ഞത് ശബരിമലയ്ക്ക് ആദർശേട്ടനൊക്കെ പോയതിനു ശേഷം തിരിച്ചു വന്നാൽ മതിയെന്ന്. അപ്പൊ പിന്നെ അമ്മ പറയാതെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് അവൾ പറയുന്നത്. പിന്നെ ഞാനും ഓർത്തു, അവൾ അനന്തപുരി തറവാട്ടിലേക്ക് വന്ന സ്വസ്ഥതയും സമാധാനത്തോടും കൂടെയുള്ള ജീവിതം എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി ഇങ്ങനെ കണ്ടോളാം. ഇപ്പൊ അത് മാത്രം മതി. അമ്മയ്ക്ക് മരുമകളോട് സ്നേഹം തോന്നുന്നവരെ ഇങ്ങനെ തന്നെ തുടർന്ന് പോകാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ നവ്യ നയനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ അമ്മായിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് നയന. അമ്മായി അതും ഇതുമൊക്കെ എല്ലാവരോടും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നോടും ഇങ്ങനെ വന്ന് ചോദിച്ചു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നവ്യോടും ചോദിച്ചു കേട്ടോ, നിനക്ക് എന്തെങ്കിലും അറിയാമോ, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ആദർശ എല്ലാം പറയുന്ന ഒരാളാണല്ലോ, ആര്, നമ്മുടെ നയന. അപ്പൊ നയന നിന്നോട് പറയാതിരിക്കത്തില്ലോ. ആദർശ് എന്തുണ്ടേലും നയനയോട് പറയും. നയനെ അത് നിന്നോട് പറയാതിരിക്കത്തില്ലല്ലോ. അപ്പൊ നിന്നോട് നയന എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നയന എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയാണ് കൊടുത്തത്, എനിക്ക് കരള് തന്നത് എന്ന്, കൊടുത്തത് നല്ല, സോറി, എനിക്ക് കരള് തന്നത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിന്റെ അനിയത്തി അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവള് എനിക്ക് കരള് പോയിട്ട് അവള് എന്താ പറയുക, ഒരു ബ്ലഡ്, എനിക്ക് വേണ്ടി ഒരു ബ്ലഡ് പൊടിക്കാൻ വേണ്ടി പോലും തയ്യാറായവളല്ല അവള്. അപ്പൊ അതുകൊണ്ട് തന്നെ കരളൊന്നും അവൾ എനിക്ക് തരില്ലെന്ന് അറിയാം. പക്ഷേ ആ തന്ന പെൺകുട്ടി ആരാന്ന് നിനക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നത്, അതമ്മായി എനിക്ക് അറിയില്ല എന്ന ഒരു പതറിയ സ്വരത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അപ്പൊ ആകെപ്പാടെ മൊത്തം സംശയം. അതിനിടയിലാണെങ്കിൽ ജലജയും അതുപോലെ ജാനകിയും കൂടെ നമ്മുടെ അനാമികേനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ ഓരോന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലജയ്ക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അനാമിക തിരിച്ചു കൊണ്ടുവരാന്. അങ്ങനെ നമ്മുടെ ജാനകി വിളിക്കുകയാണ്. ജാനകി അനാമികേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോൾ ഇങ്ങനെ പിടിവാശി പിടിച്ച് അവിടെ നിൽക്കരുത്, മോൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണം. നയന എന്ന് പറഞ്ഞ അവള് ഇങ്ങോട്ടേക്ക് വരില്ല. ഏതായാലും ഏടത്തി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാ മോൾ അവിടെ പോയി നിൽക്കുന്നത്? മോൾ അങ്ങനെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് മോൾ ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ട്, അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്. അപ്പം അനി അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മോൾ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ അനിയേക്കോ അതായത് അനി അങ്ങോട്ട് പോകണമെങ്കിൽ അച്ഛനും അമ്മയും പറയണം, മുത്തശ്ശനും മുത്തശ്ശിയും പറയണം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ തന്നെയാണ് പറയുന്നത്, അനി നീ അനാമികയെ പോയി കൂട്ടിക്കൊണ്ട് വരണം. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലാണ് ഇപ്പൊ നീ എന്ന് എനിക്കറിയാം. പക്ഷെ ഇഷ്ടമില്ലാത്ത ബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും, നീ ആദർശിനെ കണ്ടല്ല പഠിച്ചിരിക്കുന്നത്. ആദർശും നയനിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അതിന്റെ ഭൂരിഭാഗം തെറ്റും ആദർശിന്റെ ഇതിലായിരുന്നു. പക്ഷെ അതെല്ലാം ക്ഷമിച്ചു പോർത്ത് നയന കൂടെ നിന്നില്ലേ? അതുപോലെ ഇപ്പൊ ഇവിടെ തിരിച്ചാണ്, അനാമികയുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ നീ എല്ലാം ക്ഷമിച്ചും സഹിച്ചും അവള് പോയി കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതിന്റെ കൂടെ വസന്തരിയും പറയുന്നുണ്ട്, മോനെ നീ ചെയ്ത കാര്യങ്ങളെല്ലാം ശരി വെക്കരുത് നീ. കാരണം ഒരു ഭാര്യയും ആഗ്രഹിക്കാത്തതാണ് മറ്റൊരു പെണ്ണിന്റെ കൂടെ ഒരു ഭർത്താവ് നിൽക്കുന്നതോ അതുപോലെ സംസാരിക്കുന്നതോ. അങ്ങനെയൊന്നും ചില ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതിന് അനാമികയെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റില്ലെന്ന് പറയാം. ഇതിന്റെ ഇടയിൽ നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. ഏതായാലും ദേവയാനി രണ്ടും കൽപ്പിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ആരും കാണാതെ ആരും അറിയാതെ ദേവയാനി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെക്കപ്പിന് വേണ്ടി അങ്ങനെ എങ്ങാണ്ടാണ് നമ്മളോട് പറഞ്ഞത്. ഇനി അവർ മാറ്റുമോന്ന് അറിയില്ല കേട്ടോ. ചെക്കപ്പിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതോ ഇനിയിപ്പം നമ്മുടെ ദേവയാനി തനിയാണോ എന്ന് അറിയില്ല. ഏതായാലും അത് കൺഫേം ആയിട്ടില്ല. അപ്പം ചെക്കപ്പിന് വേണ്ടിയോ തനിയോ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ എങ്ങനെയുണ്ട് ദേവയാനി, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ യാതൊരു പ്രശ്നവും ഇല്ല ഡോക്ടറെ. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് കരള് തന്നത് ആരാണെന്ന് എനിക്ക് അറിയണം. അതെന്താണ് ഞാൻ അറിഞ്ഞാൽ കുഴപ്പമിരിക്കുന്നത്? അത് അറിയാൻ പാടില്ല എന്ന് ഹോസ്പിറ്റലിലെ രേഖകളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം ഒരാള് ഗർഭം ധരിച്ചാല് നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളെ അറിയരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് ഒരിക്കലും
ഹോസ്പിറ്റലിന്റെ ആ ഒരു എത്തിക്സിന് നിരക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഡോക്ടർ അത് മറച്ചു വെക്കുന്നു? അതെന്താണ് എന്നോട് പറയാത്തത്? അത് പറഞ്ഞത് കൊണ്ട് എന്താണ് ദോഷമുള്ളത്? അല്ല, അത് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞൂടെ? അതുപോലെ എനിക്ക് ആ പെൺകുട്ടീനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് ഡോക്ടർ, പ്ലീസ് എന്നോടൊന്ന് പറ എന്ന് പറയുകയാണ്. ഏതായാലും അങ്ങനെ ലാസ്റ്റ് അവിടുത്തെ രേഖകളിൽ നമ്മുടെ ദേവയാനി കാണുകയാണ് തനിക്ക് കരൾ ദാനം തന്നത് ആരാണ്? ആദർശിന്റെ ഭാര്യയായ നയന എന്നാണ് ആ രേഖകളിൽ കാണുന്നത്. ആദർശിന്റെ ഭാര്യയായ നയനയാണ് തനിക്ക് കരൾ ദാനം തന്നത് എന്ന് എല്ലാ പ്രൂഫും കാണുകയാണ്. എല്ലാ പ്രൂഫും കാണുന്നു. നമ്മുടെ ദേവയാനിക്ക് കറക്റ്റ് മനസ്സിലാവുകയാണ്. ഏതായാലും ദേവയാനി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, അനന്തപുരി തറവാട്ടിലേക്ക് തന്നെയാണ്. അവിടെ ചെന്ന് മുത്തശ്ശിയോടും മുത്തശ്ശനോടും തന്നെയാണ് ആദ്യം ഈ വിവരം പറയുന്നത്. എല്ലാവരും കൂടി എന്നെ പറ്റിച്ചല്ലേ, എനിക്കറിയാം. എനിക്ക് കരള് തന്നത് ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്കൊക്കെ? അതും നിങ്ങൾക്കൊക്കെ അറിയാമോ? എനിക്ക് കരള് തന്നത് എന്റെ മരുമകളാണ് എന്ന് പറയുകയാണ്. കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ, നമ്മുടെ വസുന്ധരനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഇനി ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് എന്റെ മരുമകളെ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ ദേവയാനി പോകുന്നത്. എങ്ങോട്ടേക്ക്? നമ്മുടെ നയനയുടെ അടുത്തേക്ക്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി വരുന്നത് കാണുമ്പോൾ ഇവരാകെ തകർന്നു പോവുകയാണ്. പെട്ടെന്ന് കനകദുർഗ ദേവയാനി ചേച്ചി കയറി വരൂ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. എന്നും കാണുന്ന ദേവയാനിനെ അല്ല അവർ കാണുന്നത്. ദേവയാനിയുടെ മുഖത്ത് എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങളും, എന്തൊക്കെയോ എന്താ പറയാ, ഒരു സാധുവിനെ പോലെ, എന്തോ യാചിച്ചു വരുന്നത് പോലെ, എന്തോ മാപ്പപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് പോലെ ഒരു മുഖത്ത് ഒരു എന്താ ഒരു വല്ലാത്തൊരു മുഖഭാവം തന്നെയാണ് നമ്മുടെ ദേവയാനിയിൽ കണ്ടത്. പെട്ടെന്ന് കനകദുർഗ പോയി നയനയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. നിന്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നയനയുടെ റൂമിലേക്ക് കയറി വരിക. മോള് വരണ്ട, ഞാൻ മോളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാണ് വരുന്നത്. വല്ലാത്തൊരു ഷോക്കായി പോകണ്ട. മോളെന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോൾ ആകെപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്നിൽ നിന്നും ഇത്രയും നാളും മറച്ചു വെച്ചല്ലേ, അത് നീ എനിക്ക് തന്ന ഒരു ശിക്ഷയല്ലേ. ഞാനിപ്പം നിന്റെ മുമ്പില് നിൽക്കുന്ന വെറും ഒരു ദാസി മാത്രമാണ്. നിന്റെ ആ കാൽക്കീഴിൽ പോലും വന്ന് വീഴാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് അറിയാം മോളെ. കാരണം എന്റെ ജീവന്, എന്റെ ഇവിടെ തുടിക്കുന്നത് ഇപ്പം നിന്റെ ജീവനാണ്. നീ എനിക്ക് ജീവൻ പകുത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ജീവൻ ഇല്ലായിരുന്നു. മോളെ, ഞാൻ നിന്നെ അറിയാതെ പോയല്ലോ. മോളെ, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയല്ലോ. ആവർത്തിച്ച് മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിട്ടും ഞാൻ അംഗീകരിച്ചില്ല. എന്റെ മോൻ പറഞ്ഞിട്ട് ഞാൻ അംഗീകരിച്ചില്ല. എന്നിട്ട് നിന്റെ ഓരോ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നീ എന്റെ മരുമകളല്ല, നീ എന്റെ മകളാ. ഞാൻ ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ച ആ ഒരു സ്നേഹം തന്ന് ഞാൻ നിന്നെ വിളിക്കുക. നീ അനന്തപുരി തറവാട്ടിലേക്ക് വരണം. നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, അനന്തപുരി തറവാട്ടിലേക്ക് വരണം. എനിക്ക് ഒരു മോനേ ഉള്ളൂ. പണ്ടൊക്കെ എനിക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പെൺമക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ ഓമനിക്കാനും താലോലിക്കാനും അവളെ ഒരുക്കുവാനും പൊട്ടുകുത്തിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴൊക്കെ എന്റെ ജയേട്ടൻ പറയായിരുന്നു, നമുക്കൊരു മകനല്ലേ, അപ്പൊ ഒരു മരുമകള് വന്നു കഴിഞ്ഞാല് നിനക്ക് ഒരു പെൺകുട്ടീനെ സ്വന്തമായിട്ട് കിട്ടൂലോ. അല്ലെങ്കിൽ നിനക്കാണ് ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചതെങ്കിൽ ആ പെൺകുട്ടിയെ വേറൊരാൾക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പൊ നിനക്ക് സ്വന്തമായിട്ടുള്ള ഒരാൾ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണ്ടായിരുന്നു. പക്ഷെ എന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു പരിധി നിശ്ചയിക്കണമായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ നിശ്ചയിച്ചുമില്ല. പക്ഷെ ഇപ്പൊ അതുപോലെയല്ല. മോൾ എന്റെ കൂടെ വരണം. ഇപ്പൊ പൂർണ്ണ മനസ്സായിട്ട് അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ടാ വിളിക്കുന്നത്. അനന്തപുരി തറവാട്ടിലെ രാജകുമാരി ആയിട്ട് തന്നെ മോളെ ഞാൻ അവിടെ മോൾക്ക് ഞാൻ അവിടെ ഒരുക്കി തരും. മോള് രാജകുമാരിയായിട്ട് തന്നെ വാഴണം അനന്തപുരി തറവാട്ടില്. അതുകൊണ്ട് മോള് വന്നേ പറ്റൂ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കമന്റിലൂടെ പറയുന്നുണ്ട്, ഇത് എന്താണ് ചിന്നു ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്, ഇത് എന്താണ്, നിങ്ങൾ നാളെ വരും എന്ന് പറയും, വന്നിട്ട് വരുന്നില്ല, നിങ്ങൾ മറ്റന്നാൾ വരും എന്ന് പറയും, വന്നില്ല. ഞാൻ എന്ത് ചെയ്യാന്? ഞാനും പ്രതീക്ഷിച്ചിരിക്കും, ഇന്ന് കാണുന്ന നാളെ കാണുന്ന. നമുക്ക് കഥ കിട്ടുന്നു, നമ്മൾ പറയുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ നമുക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ വിശേഷം ഇല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.